അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യ സഹജമാണ് പ്രയാസങ്ങൾ വരിക, സ്ട്രെസ് ഉണ്ടാവുക, ടെൻഷൻ വരിക. വിചാരിച്ച കാര്യം നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒരു മനുഷ്യന് ഉണ്ടാകുന്നതാണ്, സ്വാഭാവികമാണ്. ഒരിക്കലും ടെൻഷനില്ലാത്ത സുഖകരമായൊരു ജീവിതം അത് ഒരിക്കലും നല്ല ജീവിതമല്ല. എപ്പോഴും ഹാപ്പിനെസ്. പക്ഷേ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഈ ഹാപ്പിനെസ് എന്ന വിഷയം ഒരാൾ കൊടുന്നു തരുന്നതല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ ഉണ്ടാകേണ്ടതാണ്. നിയന്ത്രിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. സന്തോഷം വരുമ്പോഴും പ്രയാസം വരുമ്പോഴും കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ തലച്ചോറാണ്. നമ്മളെല്ലാം മനസ്സിലാക്കി മുൻകൂട്ടി തന്നെ എല്ലാം തീരുമാനിക്കുക. എല്ലാം സുഖകരമായിട്ടുണ്ടാവില്ല. കഷ്ടപ്പെടുമ്പോഴാണ്, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ആയാസം വരുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീങ്ങാൻ ശ്രമിക്കുക. ഇനി ഒരാൾക്ക് സഹിക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ വരികയാണ്, പെട്ടെന്ന് വീട്ടിൽ ഫാമിലി പ്രോബ്ലങ്ങൾ, അതല്ലെങ്കിൽ ജോലി ചെയ്യുന്നിടത്തുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ മനസ്സിന് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും വരുമ്പോൾ ഓവറായി തലയിലേക്ക് കയറ്റരുത്. ബ്ലഡ് തലയിലേക്ക് കയറ്റി തലച്ചോറിൽ മൈൻഡിൽ അത് കിടന്ന് വല്ലാതെ ടെൻഷനാകുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ അത് നമ്മുടെ തലച്ചോറിന് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തെ അത് ബാധിക്കും. അത് ബ്ലഡ് സർക്കുലേഷൻ ക്ലിയറായിട്ട് പോകുന്ന വഴികളിലൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സെൽഫ് ലവ് എന്ന ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്. നാം നമ്മെ ഒന്ന് സ്നേഹിക്കുക. മറ്റെല്ലാവരെക്കാൾ കൂടുതൽ അള്ളാഹും റസൂലും കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സ്നേഹിക്കണം. നമ്മളെ സ്വന്തമായി സ്നേഹിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് സ്നേഹം പകരാൻ കഴിയുള്ളൂ. ഞാൻ എന്നെ സ്നേഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ബോഡിയെ, എൻ്റെ ശരീരത്തൊക്കെ ഞാൻ സ്നേഹിക്കുമ്പോൾ ഇതിനൊന്നൊരു പ്രയാസം വരരുതെന്ന് ഞാൻ ചിന്തിക്കും. ഞാൻ അങ്ങനെ ഒരു ടെൻഷൻ കുടുങ്ങി എൻ്റെ തലച്ചോറിൽ, എൻ്റെ മനസ്സിൽ ആകെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയാൽ അതെല്ലാം കേട് എനിക്ക് തന്നെയാണ്. ഞാൻ ടെൻഷൻ സഹിച്ചത് കൊണ്ട് പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്ക് ഇരുന്ന് ആ പ്രശ്നങ്ങൾ വരുമ്പോൾ കണ്ണടച്ചിരുന്ന് ശ്വാസം അകത്തേക്ക് വലിച്ചിട്ട് കുറച്ച് നേരം 10 സെക്കൻഡ് അവിടെ പിടിച്ചു നിർത്തിയിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട്, നമ്മുടെ മനസ്സ് ഫ്രീ ആയിട്ട് ആ ശ്വാസം പുറത്തേക്ക് വിടുക. അങ്ങനെ 4-5 പ്രാവശ്യം മെഡിറ്റേഷൻ ചെയ്ത് ആ ഇരിക്കുന്നിടത്ത് നിന്നങ്ങ് എഴുന്നേറ്റ് പോയി ഒന്ന് റിലാക്സ് ചെയ്ത് തിരിച്ച് വീണ്ടും വരിക. നമ്മൾ ഈ ടെൻഷനും പ്രയാസങ്ങളും ചിന്തിക്കുന്നത് നമ്മുടെ ജോലിക്ക് പ്രയാസം ഉണ്ടാകും, നമ്മുടെ ജീവിതത്തിന് പ്രയാസം ഉണ്ടാകും, നമ്മുടെ ബോഡിക്ക് പ്രയാസം ഉണ്ടാകും. നമ്മളൊരാളെ സ്നേഹിച്ചാൽ, ആത്മാർത്ഥമായി നമ്മളൊരാളെ സ്നേഹിക്കുകയാണെങ്കിൽ ആ സ്നേഹിക്കപ്പെടുന്ന ആ വ്യക്തിക്ക്, സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ? എന്ന പോലെ നമുക്കൊരു പ്രയാസം വരുന്നത് നമുക്ക് തന്നെ ടെൻഷൻ ഉണ്ടാവുക. ഒരാളെ നമ്മൾ വെറുത്തു, അയാൾ നമ്മോടെന്തോ കഠിനമായൊരു വിഷമം ചെയ്തിട്ട് അയാളോട് നമുക്ക് വലിയ വെറുപ്പാണ്. അത് അയാൾ ആ വെറുത്ത വ്യക്തി സുഖമായി ജീവിക്കുന്നുണ്ടാവും. നമ്മൾ ആരെയാണോ വെറുത്തെങ്കിൽ ആ വെറുത്ത വ്യക്തി സുഖമായിട്ട് ഇങ്ങനെ ചിരിച്ച് കളിച്ച് ജീവിക്കുന്നുണ്ടാവും. പക്ഷെ അയാളെ വെറുത്തതിൻ്റെ പേരിൽ അയാൾക്ക് വേണ്ടി നമ്മൾ വിഷം കഴിക്കുകയാണ്. അത് നമ്മൾ ചിന്തിക്കണം. അയാളെ വെറുത്തതിൻ്റെ പേരിൽ അയാൾക്ക് വേണ്ടി നമ്മൾ വിഷം കഴിക്കുന്നു. അത് നമ്മുടെ ബോഡിക്ക് കേടായി വരുന്നു. അയാൾ സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ആ വെറുപ്പ് നമുക്ക് കേടാണ്. ഒരാളെ വെറുക്കുന്നത് നമുക്ക് കേടാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുക. ആത്മാർത്ഥമായി ഓവറായിട്ടുള്ള സ്നേഹം ഒരാൾക്കും കൊടുക്കാതിരിക്കുക. മിതത്വം പാലിക്കുക. എല്ലാത്തിലും മിതത്വം പാലിക്കുക. നല്ല നല്ല ദീനിയായ കൂട്ടുകാർ, നമ്മെ നല്ലത് പറഞ്ഞു തരുന്ന കൂട്ടുകാർ, നമുക്ക് സ്ട്രെസ്സ് തരാത്ത കൂട്ടുകാർ, അവരോട് നമ്മൾ കൂടുതൽ എടുക്കുക. നമ്മൾക്ക് പ്രശ്നങ്ങൾ വരുന്ന ആളുകളാണെങ്കിൽ വെല്ലം അങ്ങോട്ട് അകന്ന് നിൽക്കുക.
അങ്ങനെ നമ്മൾ തന്നെ നമ്മളെ സ്നേഹിച്ച് നമ്മളെ ബോഡിയെ നമ്മളൊന്ന് സ്നേഹിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ പരിഹരിക്കാൻ കഴിയും. ഹാപ്പിനെസ് എന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്, അതൊരാളും കൊടുന്നു തരുന്നതല്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.